നമസ്കാരം. ഇന്ത്യൻ വാഹന വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് 2025-ൽ 7 പുതിയ കാറുകൾ പുറത്തിറക്കാനിറങ്ങുകയാണ്. ഈ പുതിയ ലൈനപ്പിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ജനപ്രിയ മോഡലുകളുടെ ഫേസ് ലിഫ്റ്റുകൾ, ICE പതിപ്പെന്ന നിലയിൽ ഐക്കണിക് സിയറയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പുതിയ മോഡൽ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട്. അവയുടെ വിശദമായ വിവരങ്ങൾ നോക്കാം. 2025-ലെത്തുന്ന കാറുകളിൽ ടാറ്റ സഫാരി EV ആണ് ആദ്യത്തേത്. 2025 ഏപ്രിലിൽ സഫാരി EV നിരത്തിലിറങ്ങും. ഹാരിയർ EVക്ക് സമാനമായി ഫീച്ചർ ചെയ്തതായിരിക്കും ഇത്. ഡുവൽ സോൺ AC, വെന്റിലേറ്റഡ് സീറ്റുകൾ, പനോരമിക് സൺറൂഫ്, വലിയ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവ ഇതിലുണ്ടാകും. ഇതിന് ഏകദേശം 500 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കും. എന്നാൽ മറ്റ് വിശദമായ സവിശേഷതകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 7 എയർ ബാഗുകൾ, ESC, ADAS, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററോട് കൂടിയ 360-ഡിഗ്രി ക്യാമറ എന്നിവയ്ക്കൊപ്പം ഇത് സ്റ്റാൻഡേർഡായി വരും. വിലയുടെ കാര്യത്തിൽ സഫാരി EV, ഹാരിയർ EVയുടെ വിലയേറിയ വകഭേദമായിരിക്കും. 32 ലക്ഷം രൂപയായിരിക്കും ഇതിന്റെ എക്സ്ഷോറൂം വില വരുന്നത്. MG ZS EV, BYD Atto 3, ഹ്യുണ്ടായി കോന ഇലക്ട്രിക് തുടങ്ങിയ മോഡലുകൾക്കെതിരെയാണ് ഇത് മത്സരിക്കുന്നത്. ടാറ്റ ഹാരിയർ EV ആണ് അടുത്തത്. ഹാരിയർ EV ജനുവരി 2025ഓടെ ടാറ്റ പുറത്തിറക്കും. ക്ലോസ്ഡ് ഗ്രില്ലും ലൈറ്റ് ബാർ LED-യും എയറോഡൈനാമിക്കായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകളുമുള്ള സ്പോർട്ടി നിലപാടുകളുള്ള ട്രെൻഡി ഹാരിയർ SUVയുടെ ഒരു ഇലക്ട്രിക് പതിപ്പായിരിക്കും ഇത്. ഉയർന്ന ക്ലാസ് 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വെന്റിലേറ്റഡ് സീറ്റ്, സൺറൂഫിനൊപ്പം മൂഡ് ലൈറ്റിംഗും വയർലെസ് ചാർജറുമുള്ള ക്യാബിൻ ആഡംബരഭരിതമായിരിക്കും. 500 കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ചുള്ള 60 തൊട്ട് 80 kWh ബാറ്ററിയാണ് ഹാരിയർ EVയുടെ ഹൃദയം. ഇത് ഡുവൽ മോട്ടോർ, ഓൾ വീൽ ഡ്രൈവ്, ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം ഒരു വെഹിക്കിൾ ടു ലോഡ് വഴി V12 സാങ്കേതിക വിദ്യ കൊണ്ടുവരും. ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോമിലായിരിക്കും പുറം ഡിസൈന്. ഇത് 7 എയർ ബാഗുകൾ, ADAS, ഒരു 360-ഡിഗ്രി ക്യാമറ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 24 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയാണ് എക്സ്ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. മഹീന്ദ്ര XUV E8, മാരുതി വിചാര, ഹ്യുണ്ടായി കോന ഇലക്ട്രിക് എന്നിവയുമായാണ് ഹാരിയർ മത്സരിക്കുന്നത്. ടാറ്റ സിയറ EVയും ICEയുമാണ് അടുത്തത്. സിയറ SUV വളരെ ആഡംബരമായിരിക്കും. 2025 അവസാനത്തോടെ സിയറ EV പുറത്തിറങ്ങും. ടാറ്റയുടെ Active.EV പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഇത് 150 കിലോവാട്ട് വരെ അതിവേഗ ചാർജിങ്ങിനെ പിന്തുണയ്ക്കുകയും 500 കിലോമീറ്റർ വരെ ആകർഷകമായ റേഞ്ച് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന് 2WD എല്ലാ ഓപ്ഷനുകളിലും സ്റ്റാൻഡേർഡ്, ഉയർന്ന ട്രിപ്പുകളാണെങ്കിൽ ഇരട്ട മോട്ടോർ, AWD എന്നിവയും വാഗ്ദാനം ചെയ്യാം. കറുത്ത റൂഫ് റെയിലുകൾ, മൂർച്ചയുള്ള ക്രീസുകൾ, LED ഫുൾ വിഡ്ത്ത് ടെയിൽ ലാമ്പുകൾ എന്നിവയാൽ നൊസ്റ്റാൾജിയയും ആധുനികതയും നിറഞ്ഞതാണ് സിയറ. ഈ വാഹനത്തിന് 28 ലക്ഷം രൂപ എക്സ്ഷോറൂം വില പ്രതീക്ഷിക്കുന്നുണ്ട്. അറ്റ്ലാസ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി സിയറയുടെ ICE പതിപ്പും എത്തും. പെട്രോൾ, ഡീസൽ വേരിയന്റുകളാണ് വരാൻ പോകുന്നത്. പെട്രോൾ വേരിയന്റിൽ ടാറ്റയുടെ 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിൻ വരും. ഇത് 168 bhp കരുത്താണ് പകരുന്നത്. ഡീസൽ വേരിയന്റിൽ ശക്തമായ 2.0 ലിറ്റർ എഞ്ചിൻ ഉണ്ടാകും. നിലവിൽ വരാൻ പോകുന്ന 2 വേരിയന്റുകളും ഒന്ന് മാനുവൽ ട്രാൻസ്മിഷനോടും മറ്റൊന്ന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോടും കൂടിയായിരിക്കും. അടുത്തത് ടാറ്റ ആൾട്രോസ് EV ആണ്. ടാറ്റ ആൾട്രോസ് EV 2025 മധ്യത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 129 PS മോട്ടോർ, 30.2 kWh ബാറ്ററി പാക്ക്, 312 കിലോമീറ്റർ ഇലക്ട്രിക് മാത്രം റേഞ്ച് എന്നിവയുമായാണ് ഇത് വരുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് വഴി 1 മണിക്കൂറിനുള്ളിൽ 80% ചാർജ് ചെയ്യാൻ ഇത് പ്രാപ്തമാക്കണം. ഡിസൈൻ അനുസരിച്ച് ടാറ്റ ആൾട്രോസ് EVക്ക് ഷട്ട് ഗ്രില്ലും ബാൻലു ആക്സന്റുകളും ഉണ്ടാകും. ടാറ്റ ടിയാഗോ ഫേസ് ലിഫ്റ്റ് ആണ് മറ്റൊന്ന്. 2025-ലെ ടാറ്റ ടിയാഗോ ഫേസ് ലിഫ്റ്റിന്റെ രൂപകൽപ്പനയിൽ സ്പോർട്ടി ഘടകങ്ങൾ ഫീച്ചർ ചെയ്യും. അതിൽ പുതിയ ബമ്പറുകൾ, ഷാർപ്പായ LED ലൈറ്റുകൾ, പുതിയ അലോയ് വീലുകൾ തുടങ്ങിയവ ലഭിക്കും. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഉപയോഗിച്ച ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വലുതായിരിക്കുമ്പോൾ അപ്പോൾസ്റ്ററി മെച്ചപ്പെടുത്തും. കണക്റ്റഡ് കാർ സാങ്കേതിക വിദ്യയും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ആ ലിസ്റ്റിലേക്ക് ചേർത്തേക്കാം. ടാറ്റ ടിഗോർ ഫേസ് ലിഫ്റ്റ് ആണ് അവസാനത്തേത്. ടിഗോർ കോമ്പാക്ട് സെഡാന് 2025-ൽ ഒരു ഫേസ് ലിഫ്റ്റ് ലഭിക്കും. ഇത് പുതിയ ബമ്പറുകൾ, പുതുക്കിയ ഗ്രില്ലുകൾ, മെലിഞ്ഞ LED ഹെഡ് ലാമ്പുകൾ എന്നിവ ഉൾക്കൊള്ളും. പുതുക്കിയ ഇന്റീരിയറിൽ പുതിയ അപ്പോൾസ്റ്ററി, വലിയ ടച്ച് സ്ക്രീന്, ഒരു പക്ഷേ ഡുവൽ ടോൺ ട്രിം എന്നിവ ഉണ്ടായിരിക്കും. മെച്ചപ്പെടുത്തിയ കണക്റ്റഡ് കാർ ഫീച്ചറുകളും സുരക്ഷാ ആഡോണുകളും ഒരുങ്ങുകയാണ്.
ആധുനികവൽക്കരിച്ച രൂപകൽപ്പനയുടെയും ഫീച്ചറുകളുടെയും അതേ രംഗത്ത് ഹോണ്ട അമേസിനും മാരുതി ഡിസയറിനുമെതിരെ ടിഗോർ ഫേസ് ലിഫ്റ്റിനെ നേരിടാൻ ഇത് സഹായിക്കും.